ഒരു ബ്ലാക്ക് കളർ കാറ് അല്ലെങ്കിൽ ബൈക്കുള്ള ഒരാളാണോ നിങ്ങൾ? അതോ ബ്ലാക്ക് കളറുള്ള ഒരു വണ്ടി സ്വന്തമാക്കണം എന്ന് ആഗ്രഹമുണ്ടോ? എന്നാൽ എടുക്കാൻ വരട്ടെ. ഈ ഒരു കളർ നിങ്ങളുടെ മൈലേജിനെ വരെ ബാധിക്കും എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? അതെ, തീർച്ചയായും. വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. വളരെ പ്രധാനപ്പെട്ട 4 ഡിസഡ്വാൻറ്റേജസ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മളിൽ പലരും ഇതെടുക്കാനുള്ള കാരണം ഒന്നെങ്കിൽ ബ്ലാക്ക് കളറിനോടുള്ള ഇഷ്ടമായിരിക്കാം, അല്ലെങ്കിൽ ബ്ലാക്ക് കളർ വരുന്ന കാറിൻ്റെ അട്രാക്ഷൻ തന്നെയായിരിക്കാം. അതുകൊണ്ട് തന്നെ പല കാർ കമ്പനീസും അവരുടെ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് എഡിഷൻ എന്ന പേരിൽ ഓപ്ഷൻസ് വരെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതെന്തുമാവട്ടെ, ഇതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നേരിടാൻ പോകുന്ന ആദ്യത്തെ പ്രശ്നം നീറ്റ് ആൻഡ് ക്ലീൻ ചെയ്ത് കൊണ്ടു നടക്കുക എന്നുള്ളതാണ്. ഏത് കാലാവസ്ഥയിലാണെങ്കിലും ഇതല്പം ബുദ്ധിമുട്ടാണ്. മഴക്കാലാണെങ്കിലും വേനൽക്കാലാണെങ്കിലും ഇത് ഒരുപോലെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അതൊരിക്കലും 100% വൃത്തിയിൽ കൊണ്ടു നടക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഇനി രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ ഗ്ലോസി ഫിനിഷ് തന്നെയാണ്. നിങ്ങൾ ഉപയോഗിക്കുന്നവരും അതിൻ്റെ തിളക്കം നഷ്ടപ്പെടാനും മറ്റു കളറുകളെ അപേക്ഷിച്ച് സ്ക്രാച്ചസുകൾ കൂടുതൽ എടുത്തു കാണിക്കാനും ബ്ലാക്ക് കളറിന് സാധിക്കും. ഇതിനുള്ള പരിഹാരം വീഡിയോയുടെ അവസാനം പറയാം. അടുത്തത് വിസിബിലിറ്റിയാണ്. രാത്രികാലങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരാൾക്ക് നിങ്ങളുടെ വാഹനം ശ്രദ്ധയിൽപ്പെടില്ല. കാരണം പ്രകാശത്തെ പ്രതിഫലിപ്പിക്കാനുള്ള കഴിവ് ബ്ലാക്ക് നിറത്തിനില്ല. അത് എതിരെ വരുന്ന വാഹനത്തിൻ്റെ വിസിബിലിറ്റി കുറയ്ക്കുകയും ഒരു അപകട സാധ്യത ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇനി നാലാമത്തെ അവസാനത്തെ കാരണവും ആദ്യം ഇൻട്രോയിൽ പറഞ്ഞതുമായ മൈലേജാണ്. താരതമ്യേന ബ്ലാക്ക് കളർ കാറിൽ വളരെയധികം ചൂട് അനുഭവപ്പെടുന്നു. നേരത്തെ പറഞ്ഞതുപോലെ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കാനുള്ള കഴിവ് കുറവായതാണ് കാരണം. ഇതുമൂലം AC കൂടുതൽ ഉപയോഗിക്കാനും അത് ചെറിയ രീതിയിൽ മൈലേജിനെ ബാധിക്കാനും കാരണമാകുന്നു. ചൂട് കൂടുതൽ പലപ്പോഴും പലർക്കും അനുഭവപ്പെട്ട് കാണും. മുമ്പ് പറഞ്ഞ ചില പ്രശ്നങ്ങൾക്ക് PPF ഫിലിം കിറ്റ്, സെറാമിക് കോട്ടിംഗ് എന്നിവ ഉപയോഗിച്ച് പരിഹാരം കണ്ടെത്താം. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം ബ്ലാക്ക് കളർ കാറ് അല്ലെങ്കിൽ ബൈക്ക് എടുക്കണോ വേണ്ടയോ എന്ന്. പിന്നെ ആഗ്രഹമാണ്, എന്നാലും ഈ കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതാണ്. ബ്ലാക്ക് കളർ ഇഷ്ടപ്പെടുന്ന, ബ്ലാക്ക് കളർ വാങ്ങിക്കണമെന്ന് ആഗ്രഹമുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഇതുപോലെ കളർ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.